കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിലെ ഉജ്ജ്വല വിജയത്തിന് പിന്നാലെ ഭരണസാരഥ്യത്തിലേക്ക് ആര് എന്ന കാര്യത്തിൽ കോൺഗ്രസ് ക്യാമ്പിൽ ചർച്ചകൾ വഴിത്തിരിവിലെത്തുന്നു. നിലവിലെ റിപ്പോർട്ടുകൾ പ്രകാരം AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വൻ മുൻതൂക്കം കൽപ്പിക്കപ്പെടുന്നത്. AICC നിരീക്ഷകർ മുകുൾ വാസ്നിക് MLA മാരുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ പുറത്തുവന്നതോടെയാണ് സസ്പെൻസ് മുറുകുന്നത്. കേരളത്തിലെ അടുത്ത മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിനുള്ള കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ ചർച്ചകൾ അതീവ നിർണായകമായ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന് നിയമസഭാ കക്ഷികൾക്കിടയിൽ വലിയ തോതിലുള്ള മുൻതൂക്കം ലഭിക്കുന്നതായാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. തിരഞ്ഞെടുക്കപ്പെട്ട ആകെയുള്ള 63 കോൺഗ്രസ് MLA മാരിൽ ബഹുഭൂരിപക്ഷവും, അതായത് 47 പേരും വേണുഗോപാൽ നായക സ്ഥാനത്തേക്ക് വരണമെന്ന അഭിപ്രായമാണ് AICC നിരീക്ഷകർക്ക് മുന്നിൽ പങ്കുവച്ചിരിക്കുന്നത്. മുതിർന്ന നേതാവായ രമേശ് ചെന്നിത്തലയ്ക്ക് 8 MLA മാരുടെ പിന്തുണ മാത്രമാണ് ലഭിച്ചത് എന്നതും, നിലവിലെ പ്രതിപക്ഷ നേതാവ് VD സതീഷിനെ 6 പേർ മാത്രമാണ് അനുകൂലിച്ചത് എന്നതും രാഷ്ട്രീയ കേന്ദ്രങ്ങളെ അമ്പരപ്പിച്ചിട്ടുണ്ട്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, സന്ദീപ് വാര്യർ, സജീവ് ജോസഫ്, TO മോഹൻ, ഉഷ വിജയൻ തുടങ്ങിയ പ്രമുഖ നേതാക്കൾ വേണുഗോപാലിന് പിന്നിൽ അണിനിരന്നത് അദ്ദേഹത്തിന്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നു. ചെന്നിത്തലയുടെ അതിവിശ്വസ്തനായി കാലങ്ങളായി അറിയപ്പെട്ടിരുന്ന IC ബാലകൃഷ്ണൻ പോലും ഇത്തവണ നിലപാട് മാറ്റിയോ അതോ ഇരട്ട പിന്തുണ നൽകിയോ എന്ന തരത്തിലുള്ള ചർച്ചകൾക്ക് വഴിമരുന്നിട്ടുകൊണ്ട് ചെന്നിത്തലയ്ക്കൊപ്പം വേണുഗോപാലിനെയും പിന്തുണയ്ക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത്. ഹൈക്കമാൻഡിന്റെ നേരിട്ടുള്ള ഇടപെടലുകളും MLA മാരുടെ ഈ വ്യക്തമായ ഭൂരിപക്ഷവും കണക്കിലെടുക്കുമ്പോൾ കേരള ഭരണത്തിന്റെ അമരത്തേക്ക് KC വേണുഗോപാൽ എത്താനുള്ള സാധ്യതകൾക്ക് നിലവിൽ വലിയ രാഷ്ട്രീയ കരുത്താണ് കൈവന്നിരിക്കുന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്തിനായി മുൻനിര നേതാക്കൾക്കിടയിൽ കടുത്ത പോരാട്ടം നടക്കുമ്പോൾ ഓരോരുത്തരും തങ്ങളുടെ യോഗ്യതകളും പാർട്ടിക്കുണ്ടായ നേട്ടങ്ങളും AICC നിരീക്ഷകർക്ക് മുന്നിൽ അക്കമിട്ട് നിരത്തുകയാണ്. നിലവിലെ പ്രതിപക്ഷ നേതാവായ VD സതീശൻ പാർട്ടിയെ പ്രതിസന്ധി ഘട്ടത്തിൽ നയിച്ചതും നിയമസഭയിൽ കോൺഗ്രസിന്റെ അംഗബലം 21-ൽ നിന്ന് 63-ലേക്ക് വൻതോതിൽ ഉയർത്തുന്നതിൽ താൻ വഹിച്ച നിർണായക പങ്കും പ്രത്യേകം എടുത്തു പറഞ്ഞു. കൂടാതെ യുവാക്കൾക്കിടയിലുള്ള തന്റെ വലിയ സ്വാധീനം ഭരണരംഗത്ത് ഗുണകരമാകുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം മുതിർന്ന നേതാവായ രമേശ് ചെന്നിത്തല തന്റെ ദീർഘകാലത്തെ അനുഭവ സമ്പത്തും സീനിയോറിറ്റിയും മുൻനിർത്തിയാണ് മുഖ്യമന്ത്രി പദത്തിനായി വാദിക്കുന്നത്. ഇത് തനിക്ക് ലഭിക്കേണ്ട ഒരു അവസാന അവസരമായി കാണണമെന്നും പതിറ്റാണ്ടുകളായി പാർട്ടിയെ വിശ്വസ്തയോടെ നയിച്ച നേതാവ് എന്ന നിലയിൽ അർഹമായ പരിഗണന ഹൈക്കമാൻഡിൽ നിന്ന് ലഭിക്കണമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിക്കുന്നു. എന്നാൽ ഈ ചർച്ചകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഹൈക്കമാൻഡിന്റെ വിശ്വസ്തനായ KC വേണുഗോപാൽ നിരീക്ഷകരുമായുള്ള വ്യക്തിപരമായ കൂടിക്കാഴ്ചകളിൽ നിന്ന് വിട്ടുനിന്നെങ്കിലും ഭൂരിഭാഗം MLA മാരും അദ്ദേഹത്തെയാണ് പിന്തുണയ്ക്കുന്നു എന്നത് ശ്രദ്ധേയമാണ്. ഡൽഹി കേന്ദ്രീകരിച്ച് ദേശീയ രാഷ്ട്രീയത്തിൽ സജീവമാണെങ്കിലും കേരള ഭരണത്തിലേക്ക് മടങ്ങാൻ വേണുഗോപാലിന് വലിയ താല്പര്യമുണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നതോടെ സംസ്ഥാന കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ പോരാട്ടം കൂടുതൽ സങ്കീർണമായി മാറിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി പദത്തെ ചൊല്ലിയുള്ള തർക്കം മുറുകുമ്പോൾ കോൺഗ്രസിനുള്ളിലെ ചർച്ചകൾക്ക് പുറമെ UDF ഘടകകക്ഷികൾക്കിടയിൽ അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. മുന്നണിയിലെ പ്രധാന കക്ഷിയായ മുസ്ലിം ലീഗ് VD സതീഷിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും ഹൈക്കമാൻഡിന്റെ ഔദ്യോഗിക തീരുമാനം വന്നതിനു ശേഷം മാത്രമേ തങ്ങളുടെ അന്തിമ നിലപാട് പരസ്യമാക്കൂ എന്ന ജാഗ്രതാ നിർഭരമായ സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. എന്നാൽ ലീഗിന്റെ ഈ നിലപാട് മുന്നണി മര്യാദകളുടെ ലംഘനമാണെന്ന തരത്തിലുള്ള വിമർശനങ്ങൾ കോൺഗ്രസിനുള്ളിലെ ഒരു വിഭാഗം നേതാക്കൾക്കിടയിൽ ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞു. അടുത്ത മുഖ്യമന്ത്രിയെ നാമനിർദ്ദേശം ചെയ്യുന്നതിനുള്ള പൂർണ്ണ ചുമതല AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം ഏകകണ്ഠമായി ഏൽപ്പിച്ചിരിക്കുകയാണ്. AICC നിരീക്ഷകൻ മുകുൾ വാസ്നിക് സമർപ്പിക്കുന്ന റിപ്പോർട്ടുകൾ സൂക്ഷ്മമായി പരിശോധിച്ച ശേഷം വരും ദിവസങ്ങളിൽ മിക്കവാറും ശനിയാഴ്ചയോ ഞായറാഴ്ചയോ തന്നെ ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്ന് ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്. തീരുമാനം വന്നാൽ ഉടൻ തന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങുകളിലേക്ക് കടക്കാനാണ് പാർട്ടിയുടെ നീക്കം. അതേസമയം രാഷ്ട്രീയ ചർച്ചകൾ കൊടുക്കുന്നതിനിടെ സോഷ്യൽ മീഡിയയിൽ KC വേണുഗോപാലിനെതിരെ കടുത്ത സൈബർ ആക്രമണങ്ങൾ നടക്കുന്നത് നേതൃത്വത്തിന് തലവേദനയാകുന്നുണ്ട്. രാഹുൽ ഗാന്ധിയുടെ ഫേസ്ബുക്ക് പേജിലടക്കം VD സതീഷിനെ പിന്തുണച്ചും വേണുഗോപാലിനെ രൂക്ഷമായി വിമർശിച്ചും കമന്റുകൾ പ്രവഹിക്കുന്നത് പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര കലഹം ഡിജിറ്റൽ ഇടങ്ങളിലേക്കും വ്യാപിച്ചതിന്റെ തെളിവായി മാറുകയാണ്. ചുരുക്കത്തിൽ നിയമസഭാ കക്ഷിയിൽ ലഭിച്ച ബഹുഭൂരിപക്ഷം MLA മാരുടെ പിന്തുണ KC വേണുഗോപാലിന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വലിയ മുൻതൂക്കം നൽകുന്നുണ്ടെങ്കിലും സതീഷിന്റെയും ചെന്നിത്തലയുടെയും ശക്തമായ അവകാശവാദങ്ങൾ ഹൈക്കമാൻഡിനെ കടുത്ത സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. ഘടകകക്ഷികളുടെ നിലപാടും സോഷ്യൽ മീഡിയയിലെ ചേരിതിരിഞ്ഞുള്ള പോരാട്ടവും പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര ജനാധിപത്യത്തിന്റെയും അതേസമയം തന്നെ വിഭാഗീയതയുടെയും ആഴം വ്യക്തമാക്കുന്നു. അന്തിമ തീരുമാനമെടുക്കാൻ AICC അധ്യക്ഷനെ ചുമതലപ്പെടുത്തിയ സാഹചര്യത്തിൽ
കേരളത്തിന്റെ ഭരണസാരഥ്യം ആരുടെ കൈകളിൽ എത്തുമെന്നറിയാൻ ഇനി ഏതാനും മണിക്കൂറുകൾ കൂടി കാത്തിരിക്കേണ്ടി വരും. ഹൈക്കമാൻഡ് കൈക്കൊള്ളുന്ന തീരുമാനം വരും ദിവസങ്ങളിൽ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്നതിൽ നിർണായകമാകും.